നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ കരാർ 57 ദിവസം പിന്നിടുമ്പോഴാണ് ഗൾഫ് മേഖലയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തി കുവൈറ്റിനും ബഹ്റൈനും നേരെ ഇറാന്റെ അതിരൂക്ഷമായ വ്യോമാക്രമണം. ഇന്ന് പുലർച്ചെ കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ 1-ാം ടെർമിനലിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബഹ്റൈനിലെ തങ്ങളുടെ താവളങ്ങൾ തകർത്തു എന്ന ഇറാന്റെ അവകാശവാദം അമേരിക്കൻ സൈന്യം തള്ളിയെങ്കിലും സുരക്ഷ മുൻനിർത്തി ബഹ്റൈൻ തങ്ങളുടെ വ്യോമപാത താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. യാത്രയ്ക്കായി വിമാനത്താവളത്തിലെത്തിയ മധ്യപ്രദേശ് സ്വദേശി മൻസൂർ അഹമ്മദ് റഹ്മാനാണ് സ്ഫോടനത്തിൽ മരിച്ചതെന്ന് സ്ഥിരീകരിച്ചു. വിമാനത്താവള ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ആകെ 63 പേർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ 3 പേർ മലയാളികളാണെന്നും ഇതിൽ വിമാനത്താവളത്തിലെ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയും 2 യുവാക്കളും ഉൾപ്പെടുന്നു എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. മലയാളികൾ ഉൾപ്പെടെ ആകെ 12 ഇന്ത്യക്കാർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിലേക്കുള്ള വ്യോമഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. ഇത് ഇന്ത്യയിൽ നിന്നുള്ള ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളെ ബാധിക്കുകയും ചെയ്തു. അമേരിക്ക നടത്തിയ മുൻ ആക്രമണങ്ങൾക്കുള്ള പ്രതികാരമായാണ് കുവൈറ്റിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചതെന്ന് ഇറാൻ വിശദീകരിച്ചു. തങ്ങളുടെ മണ്ണോ വ്യോമാതിർത്തിയോ മറ്റൊരു രാജ്യത്തിനെതിരായും ആക്രമണം നടത്താൻ വിട്ടുനൽകിയിട്ടില്ലെന്ന് കുവൈറ്റ് ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. സിവിലിയൻ കേന്ദ്രങ്ങളെ തകർത്ത ഇറാന്റെ നടപടിയെ സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇതിനോടകം ശക്തമായി അപലപിച്ചിട്ടുണ്ട്. നയതന്ത്ര തലത്തിലുള്ള തിരിച്ചടിയായി കുവൈറ്റ് തങ്ങളുടെ രാജ്യത്തുള്ള 2 ഇറാൻ നയതന്ത്രജ്ഞരെ അടിയന്തരമായി പുറത്താക്കുകയും ചെയ്തു. കുവൈറ്റിനും ബഹ്റൈനും നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ഇറാന്റെ ആക്രമണങ്ങളെ നേരിടാൻ ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ മുഹമ്മദ് ഗർഗാഷ് ആഹ്വാനം ചെയ്തു. GCC രാജ്യങ്ങളുടെ സുരക്ഷ പരസ്പര ബന്ധിതമാണെന്നും ഒറ്റപ്പെട്ട ആക്രമണങ്ങളെ ഏതെങ്കിലും ഒരു രാജ്യത്തെ കൊണ്ട് മാത്രം നേരിടാൻ വിട്ടുകൊടുക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹ്റൈനിലെയും കുവൈറ്റിലെയും ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ഭീകരാക്രമണങ്ങളെ UAE വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. ഇത് രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും മേഖലയുടെ സുസ്ഥിരതയ്ക്ക് ഭീഷണിയാണെന്നും UAE വ്യക്തമാക്കി. ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധത്തിനു ശേഷം ഏപ്രിൽ 8-ന് നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ US-ഉം ഇറാനും തമ്മിൽ ഗൾഫ് മേഖലയിൽ സൈനിക ഏറ്റുമുട്ടൽ ശക്തമാക്കിയിരിക്കുന്നത്. പ്രതിസന്ധികൾ പരിഹരിക്കാൻ ചർച്ചകളുടെയും രാഷ്ട്രീയപരമായ തീരുമാനങ്ങളുടെയും പാതയാണ് UAE എപ്പോഴും പിന്തുണയ്ക്കുന്നതെന്നും എന്നാൽ ഹോർമുസ് കടലിടുക്കിൽ മേധാവിത്വം സ്ഥാപിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ അംഗീകരിക്കില്ലെന്നും UAE മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ അമേരിക്കയ്ക്ക് നേരെ ശക്തമായ ആക്രമണവുമായി വന്ന ഇറാൻ അമേരിക്കയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററും ഹോർമുസിലെ പടക്കപ്പലും ആക്രമിച്ചു. അമേരിക്ക തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇതെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. കുവൈറ്റ് വിമാനത്താവളം തങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. കുവൈറ്റ് വിമാനത്താവളത്തിലെ ആക്രമണം അമേരിക്കയുടെ പാട്രിയറ്റ് സിസ്റ്റം ലക്ഷ്യം തെറ്റി പതിച്ചതാണെന്നാണ് ഇറാന്റെ വാദം. ഇതിനിടെ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ US ജനപ്രതിനിധി സഭ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള പ്രമേയം 215 വോട്ടുകളോടെയാണ് പാസ്സായത്. 4 റിപ്പബ്ലിക്കൻ അംഗങ്ങളും പ്രമേയത്തെ പിന്തുണച്ചു. അമേരിക്കൻ ആക്രമണത്തിന് താവളവും സൗകര്യവും ഒരുക്കുന്ന ഏതൊരു രാജ്യവും പ്രതികാര നടപടി നേരിടേണ്ടി വരുമെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. മലയാളി വാർത്ത പ്ലസ്.